രാവിലെ തന്നെ എങ്ങോട്ടാന്നല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാനോ നടക്കാനോ മോള് സമ്മതിക്കില്ല. അങ്ങനെ രാവിലെ തന്നെ മുറ്റത്തൂടെ ഇറങ്ങി നടക്കുകയാണ്. പിന്നെ രാവിലെ ചായ ചെറുപയറും ചിക്കൻ കുറുമയും പുട്ടുമായിരുന്നു കേട്ടോ. ചായ ഒക്കെ കുടിച്ച് നിയമോളെ വേഗം കുളിപ്പിച്ചിട്ട് ഉറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇപ്പോഴേ ആവിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മോളെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് വേണം എനിക്ക് ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോൾ ഉറക്കിയതിന് ശേഷം ഉച്ചക്കേക്ക് പയറുപ്പേരും ചിക്കൻ റോസ്റ്റും പരിപ്പും മുരിങ്ങയിലെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും ചിക്കൻ കറിയാക്കി വെക്കുന്നതുകൊണ്ട് നമുക്കൊരു മടുപ്പല്ല. അതുകൊണ്ട് ഞാനിന്ന് ചിക്കന് നല്ല എരിവിൽ അങ്ങ് വറ്റിച്ചെടുത്തായിരുന്നേ. ഉച്ചയ്ക്ക് ചോറ് ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കരച്ചിൽ പതിവാണ്. ഞാൻ പുറത്തൂടെ ഒക്കെ കൊണ്ടുപോയി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് വെയിലും ചൂടുമാണ് പുറത്തുള്ളത്. അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ മഞ്ഞ കളറിലെ പൂവൊക്കെ ഒരുപാട് പറിക്കാൻ നോക്കുന്നുണ്ടായിരുന്നേ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നേരെ അമൃതപ്പൊടി കൊണ്ട് ഒരു പായസം ഉണ്ടാക്കി കൂടെ ഒരു പഴംപൊരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് റിലേറ്റീവിൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് അവിടെ ഒരു പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പടക്കം പൊട്ടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ. അപ്പോൾ ഇത്രയും അടുത്താണെങ്കിൽ പോലും ഞങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് പോയത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് പായസം തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. മന്തി ആയിരുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടെ കഴിച്ച് തിരിച്ച് വരുമ്പോഴും അവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബ്ലോക്ക് കൂടുകയാണ് ചെയ്തത്. ഞങ്ങൾ ഒരു 6:00 ആയിരുന്നു പോയിരുന്നത്. 11 മണിയായിട്ടും ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.